പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ നല്ലൊരു ദിവസം, വീണ്ടും നല്ലൊരു പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ചിന്തിക്കുവാനും ഈ പ്രഭാത സമയം ദൈവത്തോടൊപ്പവും ദൈവവചനത്തോടൊപ്പവും ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ നല്ല ഭാഗ്യ സമയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവത്തിന്റെ വചനം അനേകരുടെ അടുക്കൽ എത്തിക്കുവാനായിട്ട് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ കർത്താവിന്റെ വചനം അനുഗ്രഹമായിട്ട് തീരാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ട് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ദൈവം ഇത് നമുക്കൊരു അനുഗ്രഹമാക്കി വീണ്ടും ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് നൽകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശു എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് യേശു ക്രിസ്തു ചിന്തിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്തകൾ യേശുവിനെപ്പോഴുമുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ കുറിച്ചും യേശുവിന് വലിയ ചിന്ത എപ്പോഴുമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ താൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിന് വലിയ ഭാരം, ശരീരത്തിൽ അതികഠിനമായ വേദനയുണ്ടാകുമ്പോഴും മനസ്സിൽ വളരെയധികം ഭാരം യേശുവിനുണ്ടായിരുന്നു. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ആത്മഭാരം യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ട് ജനം നോക്കിക്കൊണ്ടു നിന്നു. താൻ മരിക്കാൻ പോകുകയാണെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. ക്രൂശിൽ 6 മണിക്കൂറുകൾ വേദന സഹിച്ച് ക്രൂശിൽ താൻ കിടക്കുമ്പോൾ തനിക്ക് വിരോധമായിട്ടുള്ള, തന്നെ ക്രൂശിക്കുവാൻ കാരണക്കാരായ ജനങ്ങളെ നോക്കി വെറുപ്പോടെ പിറുപിറുക്കുകയല്ല യേശു ചെയ്തത്. യേശു ചെയ്യുകയാണ്, യേശു പിതാവിനോട് അവർക്കായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുക. വളരെയധികം വേദന സഹിച്ച് താൻ ക്രൂശിൽ കിടക്കുമ്പോഴും, പ്രിയമുള്ളവരെ, തനിക്ക് വിരോധമായി പ്രവർത്തിച്ചവരെ സ്നേഹിക്കുന്ന, തന്നെ ക്രൂശിക്കുവാൻ കാരണക്കാരായ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിപ്രധാനമായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സന്ദേശമാണ്, യേശുവിന്റെ ശബ്ദമാണ് നാം വായിച്ചു കേട്ടത്. കാരണം യേശു മരിക്കുന്നതിന് മുൻപുള്ള 7 മൊഴികൾ യേശു സംസാരിച്ചതിൽ ആദ്യത്തേതാണ് നാം വായിച്ചു കേട്ടത്. അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നുകൂടെയാണ്. അതുകൊണ്ട്
പ്രിയമുള്ളവരെ, യേശുവിനുണ്ടായിരുന്നത് പാപികളായ മനുഷ്യരോട് പകയല്ലായിരുന്നു. പാപികളായ മനുഷ്യരോട് യേശുവിന് വളരെയധികം പകയല്ലായിരുന്നു. പിന്നെയോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ പിതാവിനോട് യേശു പ്രാർത്ഥിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഏതു വലിയ പാപത്തെയും, എത്ര വലിയ കടും ചുവപ്പായ പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശുവിന്റെ രക്തം, താൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ തന്റെ രക്തം ചിന്തുകയാണ്, തന്റെ രക്തം ഒഴുക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ മുൻപിൽ ഒരു പാപവും, ഏത് പാപവും അതിനെ ക്ഷമിക്കാൻ കഴിയാത്ത വിധം, ശുദ്ധീകരിക്കുവാൻ കഴിയാത്ത വിധം യേശുവിന്റെ രക്തം മറയായിരിക്കുന്നില്ല. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവന്റെ എത്ര വലിയ പാപങ്ങളും യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ആ മനുഷ്യന് ലഭിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന, ക്രൂശിൽ കിടക്കുമ്പോൾ പോലും തനിക്ക് വിരോധമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് തിരുവചനത്തിൽ നമ്മുടെ കർത്താവിനെ കാണുവാൻ കഴിയുന്നത്. ആകയാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ചിന്തകളുണ്ട്, വലിയ പദ്ധതികളുണ്ട്. നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും തകർന്നു പോകണമെന്നല്ല യേശുവിന്റെ ചിന്ത. പാപത്താൽ തകർന്ന് ശാപത്താൽ നശിച്ച് പിശാചിന്റെ പിടിയാൽ തകരപ്പെടുന്ന ഒരനുഭവം കാണാനുമല്ല യേശുവിന്റെ മനോഭാവം. യേശുവിന്റെ മനോഭാവം നിങ്ങളെ അവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. തനിക്ക് വിരോധമായിരിക്കുന്നവർക്ക് വേണ്ടി പോലും യേശു പ്രാർത്ഥിച്ചെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രാണനാഥനെ സ്നേഹിക്കുന്ന നിങ്ങളോട് യേശുവിന് എത്രയധികം സ്നേഹമുണ്ട്. ആകയാൽ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്താൻ നമ്മുടെ സർവശക്തനായിരിക്കുന്ന യേശു ക്രിസ്തു മതിയായവനാണ്. നിങ്ങളുടെ തലമുറകളുടെ ആവശ്യങ്ങളെ ഓർത്തു ഭാരപ്പെടുകയാണെങ്കിൽ അത് ഈ കർത്താവ് ഭംഗിയായി നടത്താൻ മതിയായതാണ്. അഭാരമെല്ലാം കർത്താവിൽ ഏൽപ്പിക്കാം. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ കർത്താവിൽ ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. യേശുവിന്റെ മനോഭാവം മറ്റുള്ളവർക്ക് വേണ്ടി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്നും ഈ കർത്താവിന്റെ മനസ്സലിവ്, പകയില്ലാത്ത, കോപമില്ലാത്ത മനസ്സലിവ് തൻ്റെ ജനത്തോടുണ്ട്, മനുഷ്യനോടുണ്ട്. ആ മനസ്സലിവ് നീങ്ങിയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ഈ യേശുവിൻ്റെ വലിയ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ യേശുവിനുണ്ട്. യേശുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകലിൽ, നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി, കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് അവരുടെ പാപങ്ങളെ
ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ കർത്താവ്, ക്രൂശിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച ഞങ്ങളുടെ കർത്താവേ, ഓരോ മക്കളെ കുറിച്ചും അങ്ങേക്ക് ചിന്ത ഉള്ളത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടേതായിരിക്കുന്ന അനുഗ്രഹത്തിന് പങ്കാളികളാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തക്ക നിലകളിൽ ദൈവം കൂടെ ഇരുന്ന് വൻകാര്യങ്ങളെ ചെയ്യും. ഈ പുതിയ ദിവസം നിന്റെ മക്കൾക്കൊരു അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുന്ന ദൈവകൃപയ്ക്കായി മഹത്വം അങ്ങേക്ക്. എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ഓർക്കുന്ന ദൈവമാകിയാൽ യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴും ജനങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ ഭാരവും ചിന്തയും യേശുവിനുണ്ടായി. നമ്മെ യേശു എപ്പോഴും ഓർക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കർത്താവ് നമുക്കുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.